ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ നമ്മുടെ ഓണം എക്സാമിൻ്റെ ടൈം ടേബിളിൻ്റെ കൃത്യമായ ഓർഡറാണ് സാറ് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും തമ്പനയിൽ കണ്ട് ക്ലിക്ക് ചെയ്ത് വന്നതായിരിക്കും. അപ്പോൾ നോക്കിക്കോ, 13ാം തീയതിയാണ് നമ്മുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 13ാം തീയതി രാവിലെ നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ എക്സാമാണ് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് വരുന്നത്. അതിനുശേഷം 13ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എക്സാം ഉണ്ട്. ഹിന്ദി ഉണ്ട്. രാവിലെ ലാംഗ്വേജും ഉച്ചയ്ക്ക് ശേഷം ഹിന്ദിയുമാണ് 13ാം തീയതി വ്യാഴാഴ്ച ഉള്ളത്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച നിങ്ങൾക്ക് രാവിലെ മലയാളം സെക്കൻഡും ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രിയുമാണ്. അതായത് 40 മാർക്കിൻ്റെ എക്സാമുകളെല്ലാം 2 എക്സാമുകളായിട്ടാണ് നടത്തുന്നത്. പക്ഷേ 80 മാർക്കിൻ്റെ വിഷയങ്ങളുണ്ടല്ലോടാ. 50 മാർക്കിൻ്റെ വിഷയങ്ങളിൽ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 13ാം തീയതിയും 14ാം തീയതിയും കൊണ്ട് 2 ദിവസം കൊണ്ട് 4 സബ്ജക്റ്റ് വരും. ഏതൊക്കെ? മലയാളം ലാംഗ്വേജ് ഫസ്റ്റ്, ഹിന്ദി, അതുപോലെ മലയാളം സെക്കൻഡ്, കെമിസ്ട്രി. അത് കഴിഞ്ഞ് നിങ്ങൾ തിങ്കളാഴ്ച 17ാം തീയതിയിലേക്ക് വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം രാവിലെ ഇംഗ്ലീഷ്, സാറിൻ്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് രാവിലെ വരുന്നത്. അപ്പോൾ അത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ദെൻ പിറ്റേ ദിവസം അതായത് 18ാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഫുഡ് ന്യൂൺ, അതായത് രാവിലെ നിങ്ങൾക്കുള്ളത് സോഷ്യൽ സയൻസ് ആണ്. അതുപോലെ അതും 80 മാർക്കിൻ്റെ സബ്ജക്റ്റാണ്. അതിനുശേഷം പിന്നെ ബുധനാഴ്ച 19ാം തീയതി വരുന്നത് എന്താണ്? മാത്സ് ആണ്. അതും 80 മാർക്കിൻ്റെ സബ്ജക്റ്റാണ്. അത് കഴിഞ്ഞ് 20ാം തീയതി 2 എക്സാം ഉണ്ട്. വ്യാഴാഴ്ച 2 എക്സാം ഉണ്ട്. രാവിലെ ഫിസിക്സും ഉച്ചയ്ക്ക് ശേഷം ബയോളജിയുമാണ് 10ാം ക്ലാസ്സിൻ്റെ എക്സാം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കൃത്യമായ ഓർഡറിൽ വരുന്നത്. കഴിഞ്ഞ വർഷം മക്കൾ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 80 മാർക്കിൻ്റെ സബ്ജക്റ്റും അതേപോലെ തന്നെ 40 മാർക്കിൻ്റെ സബ്ജക്റ്റും ഒരു സെയിം ഡേയിൽ വരുന്നുണ്ട്. പക്ഷേ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ട്. 80 മാർക്കിൻ്റെ വിഷയമുള്ള ദിവസം ഒരു എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ 2 എക്സാമുകളുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒഴിവുകളില്ല. ആകെ ഒഴിവുള്ളത് എവിടെ ഇറങ്ങി? ഇംഗ്ലീഷിൻ്റെ തലേ ദിവസം, അതായത് ശനിയും ഞായറും മാത്രമേ ഒഴിവുള്ളൂ. അത് കോമൺ ആയിട്ടുള്ള ഒഴിവാണ്. അല്ലാതെ എന്തല്ല എക്സാമിൻ്റെ ഇടയിലുള്ള കിട്ടിയ ഒഴിവൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് ഡേ ബൈ ഡേ എക്സാം ആണ്. കൃത്യമായിട്ട് പഠിച്ചോ. അപ്പോൾ എക്സാമിലേക്ക് പഠിക്കാൻ ആവശ്യമായ സ്റ്റഡി പ്ലാൻ വേണ്ട മക്കൾ എന്ത് ചെയ്യുക? സാറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് കൊടുക്കാം? സാറിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനൽ ലിങ്ക് കൊടുക്കാം. അതിൽ ജോയിൻ ചെയ്ത് ഓരോ ദിവസം ഏതെല്ലാം ചാപ്റ്ററുകൾ എങ്ങനെ പഠിക്കണം അതിൻ്റെ കൃത്യമായ സ്റ്റഡി പ്ലാൻ സാർ എന്ത് ചെയ്യും? സാറിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന ലിങ്ക് സാറ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ ഇങ്ങനെയൊക്കെയാണ്. ഈ മുതൽ പഠിച്ച് സെറ്റായിട്ട് തുടങ്ങിക്കോ. ഈ മുതൽ നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യും? ഓണം എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഷുവർ ക്വസ്റ്റ്യൻസ് തുടങ്ങിയ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരും. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.